Welcome to the fight, the Multiple Option Hunter Challenge. 20,000 rupees to 1 crore. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ട്രേഡിങ്ങിൻ്റെ ഈ ചലഞ്ച് തുടങ്ങിയിട്ട്, അതായത് 20,000 നമ്മൾ ഒരു കോടി വരെ എത്തിക്കുന്ന ഈ ചലഞ്ച് തുടങ്ങിയിട്ട് ഇന്നത്തെ 17ാമത്തെ ട്രേഡിങ് ദിവസമാണ്. അപ്പോൾ ഞാനൊരു കുറച്ച് 2-3 ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് പേഴ്സണൽ തിരക്കുകളും വർക്ക് റിലേറ്റഡ് ആയിട്ട് തിരക്കുകളും കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാൻ കാരണം നമ്മളൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മളിപ്പോൾ ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്, 50 അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രോഫിറ്റും കൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ആവും. ഏകദേശം 5,430 ഇന്ന് പ്രോഫിറ്റ് ഉണ്ട്. അതിൽ 400 റുപ്യ ചാർജസ് എല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞാൽ 5,000 റുപ്യ നമുക്ക് ഇന്ന് പ്രോഫിറ്റ് ആയിട്ട് വരും. എങ്ങനെയായാലും നമ്മൾ ഇന്നത്തെ ഇതുവരെയുള്ള ഫണ്ട് 46,154 ആയിട്ടുണ്ട്. ഇന്നത്തെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിന്ന് 50 അടിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും നന്ദി, താങ്ക് യു. അതേപോലെ കൺസോൾ കാണിച്ചു തരാം. നമ്മൾ ടോട്ടൽ 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ടോട്ടൽ ട്രേഡ് ചെയ്തത് കഴിഞ്ഞ മാസം 10 ദിവസം, ഈ മാസം 7 ദിവസമാണ്. ഇതിൽ 6 ദിവസം ഇന്നത്തെ ട്രേഡ് ഇതിൽ കാണിച്ചിട്ടില്ല. അതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 17 ദിവസം ആയി ഈ ചലഞ്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 17ാമത്തെ ദിവസത്തെ ട്രേഡിംഗ് ഡേയ്സിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സന്തോഷം തരുന്ന കാര്യം. അങ്ങനെ അടുത്തത് ഇനി 1 lakh ആണ് നമുക്കുള്ള ടാർഗറ്റ്. ഈ മന്ത് ടാർഗറ്റ് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ ഈ മാസത്തെ ടാർഗറ്റ് 45,000 ആയിരുന്നു. അതെപ്പോഴോ നമ്മൾ അച്ചീവ് ചെയ്ത്. ഇന്നലെ ഞാനൊക്കെ നമ്മൾ ആ ട്രേഡ് അച്ചീവ് ചെയ്ത്. ഈ മാസം നമുക്ക് വലിയൊരു ലോസ് പറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ 4-ാം തീയതി ഒരു 5,000-ൻ്റെ മുകളിൽ നമുക്ക് ലോസ് സംഭവിച്ചു. അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടിയതായിരുന്നു. ഈ 5,000 ലോസ് സംഭവിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, അന്ന് ഇതിൽ കിൽ സ്വിച്ച് ഓൺ ആക്കി, F&Oയിൽ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഫ്രൈഡേ ട്രേഡ് ചെയ്തില്ല, സാറ്റർഡേ ട്രേഡ് ചെയ്തില്ല. സാറ്റർഡേ സൺഡേ ഓഫ്. ഫ്രൈഡേ ഞാൻ ട്രേഡിങ് സ്കിപ്പ് ചെയ്ത്. പിന്നെ മൺഡേ ആണ് ട്രേഡ് ചെയ്തത്. ട്യൂസ്ഡേ എക്സ്പയറി ഡേ, നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. എക്സ്പയറി ഡേ എന്താ ട്രേഡ് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസ് തോന്നില്ല. മൂവ്മെൻറ്റ്സ് വളരെ സ്ലോ ആയിരുന്നു. അതുപോലെ തന്നെ നല്ല തീറ്റടിക്കട്ടായിരുന്നു. അപ്പം ഞാൻ തേഴ്സ്ഡേ ട്രേഡ് സ്കിപ്പ് ചെയ്ത്. ഒരു ദിവസം ട്രേഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ ട്രേഡ് കൂടി നമുക്കിതിൽ ആഡ് ചെയ്യാം. ജേണല് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 195 ക്വാണ്ടിറ്റിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓർഡേഴ്സ് ഫസ്റ്റ് ട്രേഡ് എടുത്തത് 145.75 153 എക്സിറ്റ് ചെയ്ത് 145.75 153 എക്സിറ്റ് ചെയ്ത്. ഓക്കെ, രണ്ടാമത്തെ ട്രേഡ് 160.6 എടുത്ത് 166 എക്സിറ്റ് ചെയ്ത് 160.95 ക്വാണ്ടിറ്റി 160.6 എടുത്ത് ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്തെന്ന്. കാരണം ചെറിയ പോയിന്റിൽ എക്സിറ്റ് ചെയ്യാനില്ല, മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യില്ല. വീണ്ടും താഴോട്ട് തിരിച്ച് വരുമ്പോൾ ലോസിൽ എക്സിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് എക്സിറ്റ് ചെയ്യണതാണ്. പിന്നെ അടുത്ത ട്രേഡ് നമ്മൾ 129.80 എടുത്ത് അത് ലോസിൽ എക്സിറ്റ് ചെയ്ത് 124.10 എക്സിറ്റ് ചെയ്ത് 129.80 195 ക്വാണ്ടിറ്റി 129.80 എടുത്ത് 124 അത് എക്സിറ്റ് ചെയ്ത് 24.10. അടുത്ത ട്രേഡ് എടുത്തത് 155.25 എൻ്റർ ചെയ്ത് 122.35 എക്സിറ്റ് ചെയ്ത് 155
95 ക്വാണ്ടിറ്റി 55 എൻ്റർ ചെയ്ത് 122.55 ഇതങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് ഓക്കെ. ഏകദേശം നമ്മുടെ പ്രോഫിറ്റ് 50,000 എബോ ആയിരിക്കണം. ഇന്നത്തെ ചാർജസ് ഇതിൽ കൂടുതൽ എടുത്തിട്ടുണ്ടോ സംശയം, കാൽക്കുലേറ്റ് ചെയ്ത് കൂടുതലുണ്ടോ സംശയമുണ്ട്. എന്തായാലും നാളത്തെ ക്യാപിറ്റൽ നോക്കിയിട്ട് നമുക്കിതിൽ ചാർജ് അഡ്ജസ്റ്റ് ചെയ്യാം. നാളത്തെ ക്യാപിറ്റൽ, ഫൈനൽ ക്യാപിറ്റൽ നാളെ മിക്കവാറും ട്രേഡ് ഞാൻ ഒഴിവാക്കാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മുടെ ജേണി പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മാസം 50% ആണ് നമ്മുടെ ടാർഗറ്റ്. ക്യാപിറ്റലിൻ്റെ 50%, അതായത് ആ മന്തിൻ്റെ ക്യാപിറ്റലിൻ്റെ 50%. അങ്ങനെ നമ്മൾ ഒരു ദിവസം, ഒരു മാസത്തിൽ ഒരു 1-1.5 വർഷത്തിൻ്റെ ഉള്ളിൽ 1 crore എത്തുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വീണ്ടും ഉണ്ടായിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.